ഹായ് ഫ്രണ്ട്സ്, ഏകജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലി ലാവണ്യയെ ഫോൺ വിളിക്കുകയാണേ. ഞാൻ അഞ്ജലിയ എന്ന് പറഞ്ഞപ്പോൾ ലാവണ്യക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. നമ്മുടെ ASRൻ്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. തിരുവാതിര നോൽമ്പ് നോൽക്കാനും സാരി ഉടുത്ത ക്ഷേത്രത്തിലൊക്കെ വരുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ്. അമ്മായി പറയുന്നുണ്ട്, നിങ്ങൾ ഉച്ചയ്ക്കുള്ള മാലയൊക്കെ ശരിയാക്കി വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതിയും പ്രീതിയും ഒരു വക ചെയ്യില്ല. ഒന്ന് പോയിട്ട് മാലയൊക്കെ ഒരുക്കി വെക്ക് പ്രീതി എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നോടല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് രണ്ടാളെയും കൂടി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് അമ്മായി ശ്യാമിനോട് പറയുന്നുണ്ട്, രണ്ടിനും ഒന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ അത് പാവല്ലേ അമ്മായി, വ്രതത്തിൻ്റെ പേരിൽ അവർ രണ്ടുപേരും ഇങ്ങനെ പട്ടിണിക്കിടുന്ന പാവല്ലേ, ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് പറയണേ. എൻ്റെ കൃഷ്ണ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. വ്രതം നോൽക്കുമ്പോൾ അതിനൊരു ഭംഗവും കൂടാതെ നോൽക്കണം, എന്നാലേ അതിനൊരു ഫലസിദ്ധി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, അമ്മായിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്കൊന്ന് പോകണമായിരുന്നു, ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ അർജൻറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമല്ലേ, അത് അപ്പം ആലോചിക്കാം. ശ്രുതി പൂജയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ശ്യാം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയണേ. പിന്നെ പോരാത്തതിന് മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നത്, പാൽപ്പായസം ഇഷ്ടമല്ലേ, എന്നാൽ അതുകൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അമ്മായി. അപ്പം ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് ആകെ ഇടങ്ങേറായല്ലോ, എന്താ ഇപ്പം ചെയ്യുക എന്ന്. തുടർന്ന് കാണിക്കുന്നത് ലാവണ്യയാണ്. ലാവണ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഈ തിരുവാതിര വ്രതം എന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, വിശന്നിട്ട് വയ്യ, സാരമില്ല ലാവണ്യ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഡയറ്റൊക്കെ ഒപ്പിക്കാം, വൈകുന്നേരത്തെ കാര്യമാണ്, എങ്ങനെ സാരി അണിഞ്ഞു പോകും, എങ്ങനെയായാലും നല്ല സുന്ദരിയായിട്ട് തന്നെ പോവാം എന്നിങ്ങനെ പറയാൻ കേട്ടോ ലാവണ്യ. തുടർന്ന് അഞ്ജലി രാമേട്ടനോട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനോരമ അഞ്ജലിയുടെ അടുത്തേക്ക് വരികയാണ്. അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നിന്റെ ഏട്ടൻ വരുമോ? എന്തായാലും ഏട്ടൻ വരും, കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ തിരുവാതിരയിലും ഏട്ടൻ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് എന്തായാലും വരുമെന്ന് പറയാണ് കേട്ടോ. അല്ല, അഥവാ വന്നില്ലെങ്കിൽ ആണുങ്ങളുടെ കാര്യമാണേ, അതുകൊണ്ടാണേ എന്നൊക്കെ പറയാൻ കേട്ടോ മനോരമ. വന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എൻ്റെ പൂജയും വഴിപാടുമായിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുമെന്ന് പറയാൻ കേട്ടോ അഞ്ജലി ബേബി, ഡോണ്ടു ഇപ്പോഴേ ഭക്ഷണം കഴിക്കാതെ ആകെ ടയേർഡാ നീ മാത്രമല്ല ഞാനും, ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോരമ. അപ്പോഴാണ് അങ്ങോട്ട് ആകാശും അശ്വിനും വരുന്നത്. നിങ്ങളും വരുന്നുണ്ടോ പൂജയ്ക്ക്? നിങ്ങളെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചല്ലോ. അങ്ങനെ എല്ലാവരും കൂടി പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം ശ്രുതിയുടെ വീട്ടിലും അങ്ങനെ തന്നെ അമ്മായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മായി ശ്രുതിയോടും പ്രീതിയോടും ആയിട്ട് പറയുന്നുണ്ട്, അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് കിഴക്ക് വശത്തായിട്ട് അഭീഷ്ട സിദ്ധിമരമുണ്ട്, അതിന് ചുവട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ഇഷ്ടമുള്ള വരവിനെ തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ ശ്രുതിയും പ്രീതിയും ചിരിക്കാണ് കേട്ടോ. എന്താടി ഗണിക്കുന്നത്, ഞാൻ വല്ല നേരം പോക്കുവാണോ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മായി. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഭർത്താക്കന്മാരെ കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാലൊന്നും കിട്ടില്ല, നല്ല വ്രതശുദ്ധിയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ എന്ന് അമ്മായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പട്ടിണി കിടന്ന് ഇഷ്ടപ്പെട്ടവനെ കിട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ ശ്രുതി. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ഉണ്ടാവും അവൾക്കൊരു തർക്കുത്തരം. ഇന്ന് ആ മരത്തിന്റെ ചുറ്റും കച്ചവടക്കാരും ഉണ്ടാവും, പൂവും മലരും കുങ്കുമവും ഒക്കെ വിൽക്കുന്നുണ്ടാവും, അവിടെ നിന്ന് വേണം താലത്തിൽ നിറയ്ക്കാൻ എന്ന് പറയാൻ കേട്ടോ അമ്മായി. അതിനിടയ്ക്ക് ശ്യാം വന്നിട്ട് അടുക്കളയിൽ പോയി മെല്ലെ ഫോൺ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആരെയോ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എത്തും, കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും എത്തും, ഇവിടുത്തെ ഒരു തിരക്ക് കഴിയാത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ശ്രുതിയും പ്രീതിയും ഓട്ടോയിൽ അമ്പലത്തിലേക്ക് വരികയാണ്. ദേ ചേച്ചി, നമുക്ക് ഇവിടെ നിന്ന് താലത്തിൽ നടക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആയിക്കോട്ടെ. അങ്ങനെ ശ്രുതി താലവുമായിട്ട് ഒരു കടയിൽ ചെന്ന് പറയുന്നുണ്ട്, ചേട്ടാ താലത്തിലേക്ക് നിറയ്ക്കാനുള്ള സാധനങ്ങൾ വേണേ, പന്നിനീർ, കുങ്കുമം, പൂക്കളും ചരടും ആണ് എന്ന് പറയുമ്പോൾ ചരട് ഇവിടെ ഇല്ല മോളെ, തീർന്നു പോയതാണ്, എടുക്കാൻ നമ്മളെ പയ്യൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അതേസമയം അശ്വിനും അഞ്ജലിയും ആകാശവും എല്ലാവരും കൂടി കാറിൽ വന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അഞ്ജലിയോട്, ഞാൻ താലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരാം, ചേച്ചി വെറുതെ ബുദ്ധിമുട്ടണ്ട, അങ്ങോട്ട് തണലത്തേക്ക് മാറി നിന്നോ എന്ന് പറഞ്ഞിട്ട് അശ്വിനും പോവാണ് കേട്ടോ ആ കടയിലേക്ക്. ഇതേ സമയം നമ്മുടെ ശ്രുതിക്ക് ചരടൊക്കെ കിട്ടിയിട്ട് അവളും തിരിഞ്ഞു വരികയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കാതെ വന്ന് ഇടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
താലത്തിലുള്ള പൂക്കൾ മുഴുവൻ അശ്വിന്റെ തലയിൽ വീഴാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി വീഴാൻ പോകുമ്പോൾ കൈ പിടിക്കുന്നുമുണ്ട്. അശ്വിൻ പെട്ടെന്നാണ് ശ്രുതിയാണെന്ന് മനസ്സിലായത്. അപ്പൊ ശ്രുതിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും ശ്രുതി ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. എന്താ കൈ വിടാത്തെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിന്നിട്ട് മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അത് അശ്വിനാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. ആ പാട്ടിൽ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നതാട്ടോ കാണിക്കുന്നത്. പിന്നെ പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് കൈ വിടാണ്. അന്നേരം ശ്രുതി വീഴാൻ പോകുന്നുണ്ട്. പിന്നെയും ശ്രുതി മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ്റെ. അപ്പോൾ കാറ്റ് വന്നിട്ട് കണ്ണിലെന്തോ കുങ്കുമത്തിൻ്റെ പൊടി എന്തോ ആവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പൊടി തട്ടിക്കളയാൻ ശ്രമിക്കണ സമയത്ത് അശ്വിനും തൻ്റെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ടതും ശ്രുതി അശ്വിൻ്റെ കൈ അങ്ങ് തട്ടിക്കളയാണ് കേട്ടോ. എന്നിട്ട് വീണുപോയ താലം എടുത്ത് വീണ്ടും കടയിൽ പോയിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഒന്നും കൂടി വേണം, കൊണ്ടുപോയത് എൻ്റെ കൈ തട്ടി വീണുപോയി എന്ന് പറയണേ. അന്നേരം ആ കടക്കാരൻ ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. മൊത്തം കുങ്കുമമാണല്ലോ. അതേ സമയം തന്നെ അശ്വിനും അങ്ങോട്ടേക്ക് വരികയാണ്. അശ്വിൻ്റെ മുഖത്ത് കുങ്കുമം ഉള്ളതൊന്നും അശ്വിന് അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കടയിൽ വന്നിട്ടും ശ്രുതി ഓഫീസിൽ നടത്തിയ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അശ്വിൻ. അപ്പോൾ ആ കടക്കാരിങ്ങനെ 2 പേരുടെയും മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്.